നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ MA ഹിസ്റ്ററി ക്ലാസ്സുകളിലേക്ക് എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഹിസ്റ്ററി ആൻഡ് തിയറി എന്ന പേപ്പറിലെ 4th ബ്ലോക്കിലെ 2nd യൂണിറ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. കോണ്ടംപററി പാത്വേസ് എന്നാണ് ഈ ഒരു യൂണിറ്റിന്റെ പേര്. സോ ഇവിടെ നമ്മളിപ്പോ ഈ ഒരു എൻറ്റയർ പേപ്പറിൽ പഠിച്ചു വരുന്നത് പല ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട സിദ്ധാന്തങ്ങള്, അത്തരം സിദ്ധാന്തങ്ങളിലൂടെയൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു ഹിസ്റ്ററിയുടെ ഒരു പ്രോസസ് അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഹിസ്റ്ററി ഒരുപാട് മാറ്റങ്ങൾക്കൊക്കെ വിധേയമായിട്ട് ഒരു 20ാം നൂറ്റാണ്ട് മുതൽ ഹിസ്റ്ററിയിൽ വന്നിരിക്കുന്ന വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഒരു കോണ്ടംപററി പാത്വേസ് ഇന്ന് സമകാലികമായിട്ട് വന്നിട്ടുള്ള മാറ്റങ്ങൾ, അതായത് എങ്ങനെയാണ് ഹിസ്റ്ററിയിൽ സമകാലികമായ മാറ്റങ്ങൾ വന്നിട്ടുള്ളത് എന്ന് വെച്ചാൽ, ഹിസ്റ്ററിയിൽ പുതിയ തരത്തിലുള്ള സമീപനങ്ങൾ രൂപപ്പെട്ടു വരുന്നു, പുതിയ അപ്രോച്ചസ് രൂപപ്പെട്ടു വരാൻ തുടങ്ങി. മുൻപൊക്കെ നമ്മൾ പറയാറുണ്ട്, ഇപ്പൊ കാർലൈലിന്റെ ഡെഫിനേഷൻ ഒക്കെ പറഞ്ഞാല് ഹിസ്റ്ററി ഈസ് നത്തിങ് ബട്ട് ദ ബയോഗ്രഫി ഓഫ് ഗ്രേറ്റ് മെൻ എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. ഗ്രേറ്റ് മെന്റെ ബയോഗ്രഫി, ജീവചരിത്രമല്ലാതെ മറ്റൊന്നുമല്ല ചരിത്രം എന്നൊക്കെ പറയാം. അപ്പൊ അത് ചരിത്രത്തെ കുറിച്ച് ഏറ്റവും ആദിമമായിട്ടുള്ള വളരെ ഇടുങ്ങിയ ഒരു നാരോ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആയിരുന്നു. പിന്നെ അങ്ങോട്ട് വന്നു കഴിഞ്ഞാല് ഹിസ്റ്ററി എന്ന് പറയുന്നത് അത് യുദ്ധങ്ങളുടെ കഥയായിട്ട് വന്നു. പിന്നെ അങ്ങോട്ട് അത് രാഷ്ട്രീയം, അതായത് ഒരു രാഷ്ട്രത്തിന്റെ രാഷ്ട്രീയമായിട്ട് വരുന്ന സംഭവ വികാസങ്ങൾ മാത്രമായിട്ട് അതിൽ ഉൾപ്പെടുന്നു എന്ന് വരുന്നു. ഇങ്ങനെ നോക്കിയാല് ചരിത്രം പല രീതിയിൽ പല കാലഘട്ടങ്ങളിൽ നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇതില് ഗ്രൗണ്ട് ത്രോഡൻ ആയിട്ടുള്ള ജനങ്ങളുടെയും പ്രകൃതിയും മനുഷ്യനും എല്ലാം ഉൾപ്പെടുന്ന സമകാലിക ലോകം വന്നത് ഏതാണ്ട് 20ാം നൂറ്റാണ്ടുകൾ മുതലാണ്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചരിത്രത്തിന്റെ സമീപനങ്ങളിൽ വന്നിട്ടുള്ള പലതരത്തിലുള്ള മാറ്റങ്ങൾ നമ്മൾ പ്രീവിയസ് ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഈ കോണ്ടംപററി പാത്വേസിൽ നമ്മൾ പഠിക്കുന്നത് ചില പ്രകൃതി ചരിത്രത്തിന്റെ ചില കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ 1960കളിലും 70കളിലും ഒക്കെ ചില പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾ രൂപപ്പെട്ടു വന്നിട്ട് ഇന്ത്യയിലും പുറത്തുമൊക്കെ ചില പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. അപ്പൊ അത്തരം പരിസ്ഥിതി പ്രസ്ഥാനങ്ങളിൽ നിന്ന് ആർജവം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഒരു പരിസ്ഥിതി ചരിത്രം, എൻവയോൺമെന്റൽ ഹിസ്റ്ററി എന്ന ഒരു കോൺസെപ്റ്റ് തന്നെ രൂപപ്പെട്ടു വരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഏറ്റവും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് ഈ എൻവയോൺമെന്റൽ ഹിസ്റ്ററി, അതിന്റെ ഒറിജിൻ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. ഇപ്പൊ എൻവയോൺമെന്റൽ ഹിസ്റ്ററിയുടെ ഒറിജിൻ ഉണ്ടാകുന്നത് ഇറ്റ്സ് ഫ്രം എവിടെ നിന്നാണ്? ഈ പരിസ്ഥിതി സംഘടനകളിൽ നിന്നാണ്, ഓർഗനൈസേഷൻസിൽ നിന്നാണ് വരുന്നത്. ഇപ്പോ പൊതുവായിട്ട് പറഞ്ഞാല് സാമൂഹികവും ശാസ്ത്രീയവും ഒക്കെ ആയിട്ടുള്ള വസ്തുതകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രകൃതി ചരിത്രത്തെ പഠിക്കുന്നതിനെയാണ് എൻവയോൺമെന്റൽ ഹിസ്റ്ററി എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നമുക്ക് ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകള് ചരിത്രത്തെ നിർണ്ണയിക്കുന്നതിൽ പ്രധാനപ്പെട്ട റോള് വഹിക്കുന്നുണ്ട്. നമുക്കറിയാം, ഒരു പ്രദേശത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ, അവിടുത്തെ ചരിത്രത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ അവിടുത്തെ പ്രകൃതിക്ക് വലിയ പങ്കുണ്ട് അല്ലെ. ഒരു വരണ്ട പ്രദേശം അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരു വരണ്ട പ്രദേശത്തിന് വേണ്ടിയിട്ട് അത്രയൊന്നും യുദ്ധങ്ങളും മറ്റൊന്നും നടന്നു കാണില്ല. എന്നാൽ വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു പോർട്ടിന് വേണ്ടിയിട്ട് യുദ്ധങ്ങൾ നടന്നിരിക്കാം, അല്ലെങ്കിൽ വളരെ സാമ്പത്തിക അടിത്തറയുള്ള ഒരു വലിയ പുൽമേടിന് വേണ്ടിയിട്ട് വലിയ യുദ്ധങ്ങൾ നടന്നിരിക്കാം. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? ആ പ്രദേശത്തിന്റെ ചരിത്രത്തെ മാറ്റിയെടുക്കുന്നതില് അവിടുത്തെ ജിയോഗ്രഫിക്ക് വലിയ പ്രാധാന്യമുണ്ടെന്നാണ് നമ്മൾ ഇതിൽ നിന്ന് എൻവയോൺമെന്റിന് പങ്കുണ്ടെന്ന് മനസ്സിലായി. കൂടാതെ തന്നെ ഈ എൻവയോൺമെന്റൽ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ അതില് സൊസൈറ്റിയുടെ എല്ലാ തട്ടിലുമുള്ള ജനങ്ങൾ കൂടി ആ പ്രകൃതിയുടെ പരിസ്ഥിതിയുടെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇതൊരു മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് കൂടിയാണ് ഈ എൻവയോൺമെന്റൽ ഹിസ്റ്ററി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ പരിസ്ഥിതി ചരിത്രം എന്ന ആ ഒരു സബ്ജക്റ്റിനെ 3ആയിട്ട് തരംതിരിക്കാനായിട്ട് പറ്റും. ഒന്നാമത്തേത് പ്രകൃതിയും അതുപോലെ കാലക്രമേണയുള്ള അതിന്റെ മാറ്റം, വളരെ ഗ്രാജുവൽ ആയിട്ട് വരുന്ന അതിന്റെ മാറ്റങ്ങളാണ്. ഉദാഹരണത്തിന് ഭൂമി, കര, ജലം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഇപ്പൊ നമുക്കറിയാം, പണ്ട് ഭൂമിയിലെ ഒരൊറ്റ വൻകരയും ഒരൊറ്റ സമുദ്രവും ഉള്ള ഒരു കാര്യത്തെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആൽഫ്രഡ് വെഗ്നറുടെ വൻകര വിസ്ഥാപന സിദ്ധാന്തമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ളത്. എന്താണ്, പണ്ട് പാൻജിയ എന്ന ഒരൊറ്റ ഭൂഖണ്ഡവും അതിനെ ചുറ്റി പന്തലാസ എന്ന ഒരു വലിയ
വൻകടലും മഹാസമുദ്രവും മാത്രം നിലനിന്ന ഒരു കാലം. പിന്നീട് പാൻജിയ വിളർന്ന് ഗോണ്ട്വാന ലാൻഡ് ഒക്കെ ആയിട്ട് വരുന്നു. പിന്നെ അതങ്ങോട്ട് പിന്നീട് ഇന്ന് കാണുന്ന രീതിയിലുള്ള വൻകരകളായിട്ടൊക്കെ പിന്നീട് അതാണ് വികാസം പ്രാപിച്ചത് എന്നൊക്കെയുള്ള സിദ്ധാന്തമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വളരെ ഗ്രാജുവൽ ആയിട്ട് ഭൂമിയിലും കരയിലും ജലത്തിലും അന്തരീക്ഷത്തിലും ഒക്കെ വരുന്ന മാറ്റങ്ങളെ എംബ്രാസ് ചെയ്യുന്നതാണ് ഈ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ സ്റ്റേജ് ഘട്ടം എന്ന് പറയുന്നത് അവിടെ മനുഷ്യർ എങ്ങനെയാണ് പ്രകൃതിയെ ഉപയോഗിക്കുന്നത് എന്നതിൽ നിന്നാണ് ഈ രണ്ടാമത്തെ സ്റ്റേജ് വരുന്നത്. അതായത് വർദ്ധിച്ചു വരുന്ന പരിസ്ഥിതിയുടെ ചൂഷണം മീൻസ് അതൊരു നെഗറ്റീവ് ടേം അല്ല, അത് പ്രകൃതി എങ്ങനെയാണ് മനുഷ്യൻ ഉപയോഗിച്ചത്. കാരണം പ്രകൃതിയെ ഉപയോഗിച്ച് മനുഷ്യൻ അവന്റെ എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ട് പ്രകൃതിയെ ഉപയോഗിക്കാൻ തുടങ്ങി. എന്നാൽ ക്രമേണ അവന്റെ നമ്പർ വർദ്ധിച്ചു, അല്ലെ, ജനസംഖ്യ വർദ്ധിച്ചു. ഈ ജനസംഖ്യ വർദ്ധിച്ചപ്പോഴാണ് അത് ചൂഷണത്തിലേക്കും പ്രകൃതി ശോഷണത്തിലേക്കും ഒക്കെ വരുന്നത്. അത് അവന്റെ ആവശ്യത്തിൽ കൂടുതൽ ഉപയോഗിക്കാൻ തുടങ്ങി, സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കാനൊക്കെ തുടങ്ങി, അല്ലെ. അവന്റെ ആവശ്യങ്ങൾ നിവർത്തിച്ചു പോകുന്നു എന്നതിൽ നിന്ന് പണം, അത് സ്റ്റോർ ചെയ്യപ്പെടണം എന്നൊക്കെ തോന്നലിൽ നിന്ന് ലാഭം, ഇത്തരം കോൺസെപ്റ്റിൽ നിന്നൊക്കെയാണ് അത് പ്രകൃതിയുടെ ചൂഷണത്തിലേക്കൊക്കെ വരുന്നത്. ഇനി അത് ഇവിടെ നമുക്ക് ഉൽപാദനത്തിന്റെ അതുപോലെ ഉപഭോഗത്തിന്റെയൊക്കെ രീതികൾ ഒക്കെ ഇതിനകത്താണ് ഉൾപ്പെടുന്നത്. നമുക്കറിയാം, ഒരു നിയോലിത്തിക് റെവല്യൂഷൻ, അതായത് നവീന ശിലായുഗ വിപ്ലവം, ഗോൾഡൻ ചൈൽഡിന്റെ നവീന ശിലായുഗ വിപ്ലവം ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ മനുഷ്യൻ കൃഷി പഠിച്ചു, അവൻ ഒരിടത്ത് സ്ഥിരതാമസമാക്കി കൃഷി ചെയ്ത് ജീവിക്കാൻ തുടങ്ങി, കന്നുകാലികളെയൊക്കെ വളർത്തി അവൻ മെരുക്കിയൊക്കെ അവൻ ജീവിക്കാൻ തുടങ്ങിയ ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോ നാടോടികളായിട്ട് വേട്ടയാടി നടന്നതിൽ നിന്ന് ഒരു കമ്മ്യൂണിറ്റി രൂപപ്പെടുത്തിയിട്ട് അവൻ സ്ഥിരതാമസം ഉറപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വരുന്നതാണ് ഇത്. ഇനി ഇതില് ഒടുവില് പരിസ്ഥിതി ചരിത്രകാരന്മാർ പ്രകൃതിയെ കുറിച്ച് ആളുകൾ എങ്ങനെ ചിന്തിക്കുന്നു, എങ്ങനെ പഠിക്കുന്നു എന്നൊക്കെ ഉള്ള തരത്തിലേക്ക് അതിന്റെ വളരെ ഒരു എന്താ പറയാ തിയററ്റിക്കലായിട്ട് ഇതിനെ സമീപിക്കാൻ തുടങ്ങിയതാണ് അതിന്റെ മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ വൈൽഡർനെസ് ആൻഡ് ദ അമേരിക്കൻ മൈൻഡ്സ് എന്ന ഒരു കൃതി ഡോറിക് നാഷ് എന്ന ചരിത്രകാരനും പ്രസിദ്ധീകരിച്ചു. ഇത് 1967 ഈ ഒരു കൃതി, നാഷിന്റെ ഈ ഒരു കൃതി പ്രസിദ്ധപ്പെടുത്തുന്നത്. അപ്പൊ ഇത് ആദ്യകാല പരിസ്ഥിതി ചരിത്രത്തിന്റെ ഒരു ബൈബിൾ എന്നൊക്കെ പറയാവുന്ന ഒരു ഗ്രന്ഥമാണ്. വളരെ പ്രധാനമായിട്ടുള്ള വിഖ്യാതമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് നാഷിന്റെ ഈ ഒരു ഗ്രന്ഥം. അപ്പൊ ആദ്യമായിട്ട് ഈ ഒരു എൻവയോൺമെന്റൽ ഹിസ്റ്ററിയെ ആ രീതിയിൽ അഡ്രസ്സ് ചെയ്തത് നാഷിന്റെ ഈ ഒരു കൃതിയാണ്. പിന്നീട് ഇപ്പൊ എൻവയോൺമെന്റൽ ഹിസ്റ്ററി എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് 1972 ഈ ഒരു പദം ആദ്യമായിട്ട് ഉപയോഗിച്ചതായിട്ട് കാണപ്പെടുന്നത്. അതുപോലെ സാമുവൽ പി ഹെയ്സിന്റെ 1959 പുറത്തിറങ്ങിയ ഒരു പുസ്തകമുണ്ട്. പുസ്തകത്തിന്റെ പേര് കൺസർവേഷൻ ആൻഡ് ദ ഗോസ്പൽ ഓഫ് എഫിഷ്യൻസി, ദ പ്രോഗ്രസീവ് കൺഫർമേഷൻ മൂവ്മെന്റ് എന്നാണ് ഈ ഒരു പുസ്തകം. അപ്പൊ ഇത് ഈ എൻവയോൺമെന്റൽ ഹിസ്റ്ററിയുമായിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ഹിസ്റ്ററി രൂപപ്പെടുന്നതിന് കാരണഭൂതമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ഇത്. ഓക്കെ, ഇനി പിറ്റ്സ്ബർഗ് സർവകലാശാലയിലെ ഒരു പ്രൊഫസർ ആയിരുന്നു ഹെയ്സ്. അപ്പൊ അദ്ദേഹം ആ മേഖലയിൽ വളരെയേറെ ഗവേഷണങ്ങളൊക്കെ നടത്തിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. അതുപോലെ തന്നെ ക്രോസ്ബിയുടെ ദ കൊളംബിയൻ എക്സ്ചേഞ്ച് എന്നൊരു പുസ്തകം 1972 പുറത്തിറങ്ങിയ പുസ്തകമാണ്. ഇത് പരിസ്ഥിതി ചരിത്രത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ്. അപ്പൊ ഈ ഗ്രന്ഥങ്ങളുടെ പേരുകളൊക്കെ നിങ്ങൾ അത് എഴുതിയ ആളുകളിലേക്ക് ഒന്ന് ഓർത്തു വെക്കുക, ഒരു കോഡൊക്കെ വെച്ചിട്ട് അതൊന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ എന്താണ് പരിസ്ഥിതി ചരിത്രം എന്ന് ചോദിച്ചാൽ അതിന് നമുക്ക് യൂണിവേഴ്സൽ ആയിട്ട് അംഗീകരിച്ച ഒരു ഡെഫിനേഷൻ ഇന്നോളം ഡെവലപ്പ് ചെയ്തെടുത്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോ എന്താണ് ഇതിന്റെ എൻവയോൺമെന്റൽ ഹിസ്റ്ററി എന്ന് ചോദിച്ചാല്, എൻവയോൺമെന്റ്, പ്രകൃതി, മനുഷ്യന്റെ, പരിസ്ഥിതി ഇല്ലാതെ മനുഷ്യന് നിലനിൽപ്പില്ല, അല്ലെ. അപ്പൊ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെടുത്തി മാത്രമേ മനുഷ്യന്റെ ചരിത്രം പഠിക്കാൻ സാധിക്കൂ. അല്ലാതെ മനുഷ്യൻ അവന്റെ തോട്ട്സിനെ കുറിച്ചോ അല്ലെങ്കിൽ യുദ്ധങ്ങളെ കുറിച്ച് മാത്രമോ ഒന്നും പഠിച്ചിട്ട് കാര്യമില്ല. എന്തുകൊണ്ട് യുദ്ധം വന്നു, അതിലും പരിസ്ഥിതിക്ക് ഒരു പങ്കുണ്ടായിരിക്കും തീർച്ചയായിട്ടും. അപ്പൊ ഇതെല്ലാം ഉൾപ്പെടുത്തി, ഒന്നിനെയും വേറിട്ട് നിർത്താതെ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഒരു സമഗ്ര പഠന രീതി എന്ന് വേണമെങ്കിൽ നമുക്ക് ചരിത്രരചന രീതി എന്ന് നമുക്ക് വേണമെങ്കിൽ ഇതിനെ വിവരിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്, നിങ്ങൾക്ക് എക്സാമിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഇത് ഡസ്റ്റ് ബൗൾ എന്ന് പറയുന്നത്. ഡസ്റ്റ് ബൗൾ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമുക്ക് പൊടിപ്പാത്രം എന്നൊക്കെ പറയാം, അല്ലെ.
പൊടി പൊടി ധൂളി അല്ലെ, ഈ പൊടി വലിയ പരിസ്ഥിതി ഭവിഷ്യത്തുള്ള ഒരു സംഗതിയാണ് അല്ലെ. മനുഷ്യന് ആരോഗ്യപരമായിട്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്നാണ് നമ്മുടെ ഡസ്റ്റ്. ഓക്കെ, അപ്പൊ ഡസ്റ്റ് ബൗൾ എന്ന് പറഞ്ഞാല് ഒരു പൊടി നിറഞ്ഞ ഒരു പാത്രം, അങ്ങനെ ഒരു പ്രദേശം മാറിയിട്ടുണ്ട്. കനേഡിയൻ പ്രയറികളിലെ നമുക്കറിയാം, പ്രയറി ഹിൽസ്, പ്രയറി പുൽമേടുകളാണ് ലോകത്തിന്റെ അപ്പക്കൊട്ട എന്നൊക്കെ അറിയപ്പെടുന്ന പ്രദേശമാണ് പ്രയറി ഹിൽസ് അല്ലെ. നമുക്കത് GK ഒക്കെ ആയിട്ട് പലയിടത്തും പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഈ പ്രയറി മേഖലയിലെ പരിസ്ഥിതി കാർഷിക മേഖലയൊക്കെ ഒരു ശക്തമായ ഒരു പൊടിക്കാറ്റ് ബാധിച്ചു. അപ്പൊ ഈ പ്രയറി പുൽമേടുകള് മലഞ്ചരിവിൽ ഇങ്ങനെ വളരെ വിശാലമായിട്ട് സമതലമായിട്ട് ഒരു മലഞ്ചരിവിൽ രൂപപ്പെട്ടിട്ടുള്ള ഒരു സമതലമാണ് ഈ പ്രയറീസ്. ഇപ്പൊ പ്രയറീസില് ശക്തമായ ഒരു പൊടിക്കാറ്റ് രൂപപ്പെട്ടു, പ്രയറീസ് ഒരു പൊടിപാത്രം പോലെ രൂപപ്പെട്ടു എന്നതിനെ അലങ്കാരികമായിട്ട് പറയുന്നതാണ് ഡസ്റ്റ് ബൗൾ എന്ന ഒരു സിദ്ധാന്തം. എന്തായാലും കടുത്ത വരൾച്ച ആ ഒരു മേഖലയില് അനുഭവപ്പെട്ടു. മനുഷ്യനിർമ്മിതമായിട്ടുള്ള കുറെ ഫാക്ടുകളാണ് ഈ ഒരു പൊടിക്കാറ്റിന് കാരണം. നമ്മുടെ വളരെ റാപ്പിഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയലൈസേഷൻ, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, ഒരുപാട് ഫാക്ടറീസ് വരുന്നത്, ഫോറസ്റ്റേഷൻ ആൻഡ് ഡിഫോറസ്റ്റേഷൻ, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ്, മനുഷ്യനിർമ്മിതമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു പൊടിക്കാറ്റിന് കാരണമായിട്ടുള്ളത്. ഇപ്പൊ കാറ്റ് മണ്ണൊലിപ്പ് തടയാൻ വേണ്ടിയിട്ട് വരണ്ട ഭൂമിയില് അതിന് വേണ്ട കൃഷിരീതികളും അതുപോലെ അതിന് സത്വരമായിട്ടുള്ള പല പ്രവർത്തനങ്ങളിലൂടെ ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്ത് പ്രയറീസിനെ വീണ്ടെടുക്കാൻ സാധിക്കണം. അതാണ് ഇപ്പൊ വരൾച്ച 3 തരംഗങ്ങളായിട്ടാണ് ഈ ഡസ്റ്റ് ബൗളിന് ഈ ഒരു ഫിനോമിന ഉണ്ടായിട്ടുള്ളത്. അതായത് 1934 ആദ്യത്തെ ഘട്ടമുണ്ടായി, 34. പിന്നീട് 1936 രണ്ടാമത്തെ പൊടിക്കാറ്റ് വരുന്നു. പിന്നീട് 39-40 കാലഘട്ടങ്ങളിൽ മൂന്നാമത്തെ ഈ ഒരു തരംഗം, പൊടിക്കാറ്റിന്റെ ഒരു തരംഗം ഉണ്ടായി. അപ്പൊ ഇത് 8 വർഷത്തോളം ഈ ഒരു സംഭവം ആ പ്രദേശത്തെ ആകെ ബാധിച്ചു എന്ന് മാത്രവുമല്ല, അവിടെയുള്ള ജീവിച്ചിരുന്ന ആളുകളൊക്കെ അവരുടെ ജീവിത വാസയോഗ്യമല്ലാതായി മാറുകയും അവിടെ നിന്ന് അവര് മറ്റു പ്രദേശങ്ങളിലേക്കൊക്കെ പലായനം ചെയ്യുന്ന ഒരു കാലഘട്ടം. അപ്പൊ ഇത് 1930-കളിലാണ് അല്ലെ, 30-40 വരെയുള്ള ആ ഒരു കാലഘട്ടത്തിലാണ്, 39 വരെയാണ് ഇത് കൃത്യമായിട്ട് വരുന്നത്. അപ്പൊ ഇതിന് ഡേർട്ടി 30s എന്ന് പറയാറുണ്ട്. 30-കളിൽ നടന്നിട്ടുള്ള ഏറ്റവും ഡേർട്ടി ആയിട്ടുള്ള ഒരു കാര്യം എന്നുള്ള നിലയിൽ ഡേർട്ടി 30s എന്നതിനെ പറയാറുണ്ട്. അപ്പൊ ഡസ്റ്റ് ബൗളിന്റെ ഈ ഒരു വരൾച്ചയും ഡസ്റ്റ് ബൗൾ ഉണ്ടാക്കിയെടുത്ത ഈ ഒരു വരൾച്ചയും മണ്ണൊലിപ്പും ഒക്കെ ഏതാണ്ട് 100 ദശലക്ഷം ഏക്കേഴ്സ് ഓഫ് ലാൻഡിനെ ബാധിച്ചിട്ടുണ്ട്. അപ്പൊ അത് വലിയ സാമ്പത്തികമായിട്ടും പാരിസ്ഥിതികമായിട്ടും ഒക്കെ വലിയ പ്രത്യാഘാതങ്ങളാണ് ഇത് സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പൊ ഇതാണ് ഈ ഒരു ഡസ്റ്റ് ബൗൾ എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി നമ്മള് ഇന്ത്യയിൽ നടന്നിട്ടുള്ള മറ്റൊരു ട്രാജഡിയാണ് ഭോപ്പാൽ ദുരന്തം അല്ലെ, ഭോപ്പാൽ ട്രാജഡി. അപ്പോ ഒരു രാസവ്യവസായ ഭീമനായിട്ടുള്ള യൂണിയൻ കാർബൈഡ് കമ്പനി അവര് ഉണ്ടാക്കിയ ഒരു കീടനാശിനി നിർമ്മാണശാലയിൽ ഉണ്ടായിട്ടുള്ള ഒരു വാതക ചോർച്ചയാണല്ലോ ഭോപ്പാൽ ട്രാജഡി. ഭോപ്പാൽ എവിടെയാണ്? മധ്യപ്രദേശിലാണ് അല്ലെ. ശരി, അപ്പൊ ഈ ഒരു ട്രാജഡി അത് 1984 ഡിസംബർ 2-ാം തീയതി 42 ടൺ മീഥൈൽ ഐസോസയനേറ്റ് എന്ന് പറയുന്ന ദ്രാവകം അത് ചോർന്നു, വാതകം ചോർന്നു. ആ ഒരു ചോർച്ച വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചു, അന്തരീക്ഷത്തിലേക്ക് വ്യാപിച്ചു. കാറ്റിന്റെ ദിശയ്ക്കനുസരിച്ചിട്ട് ഈ വാതകം ഭോപ്പാൽ നഗരത്തിലാകെ ഈ ഒരു വാതകം എത്തുന്നു. അങ്ങനെ ഏതാണ്ട് 16,000-നും 30,000-നും ഇടയിൽ ആളുകളാണ് ഈ ഒരൊറ്റ ട്രാജഡിയിൽ കൊല്ലപ്പെടുന്നത്. അങ്ങനെ 2 ലക്ഷത്തിൽ പരം ആളുകൾ നിത്യരോഗികളായി മാറി. ഇത്രയും ഈ ഒരു അവശിഷ്ടം ശ്വസിക്കുന്നതിനെ തുടർന്ന് രോഗികളായി മാറുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇപ്പോഴും ജനങ്ങള് ഇതിന്റെ പ്രത്യാഘാതങ്ങളിൽ തന്നെ ജീവിക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ ഇത് ഒരു പ്രധാനപ്പെട്ട ട്രാജഡിയാണ്, ഓർത്തിരിക്കുക. ഇതുമായി ബന്ധപ്പെട്ട ഭോപ്പാൽ ട്രാജഡി ഒക്കെ ഒരുപാട് ഡിസ്കസ് ചെയ്യാനുള്ള വലിയ ഒരു ടോപ്പിക്കാണ്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾ ഗൂഗിൾ ചെയ്തൊക്കെ നോക്കിയിട്ട് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു നോട്ട് നിങ്ങൾക്ക് ഇതിന്റെ ഭാഗത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ നോട്ട് നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു പഠിക്കുക. വളരെ ഷോർട്ടായിട്ട് ഭോപ്പാൽ ട്രാജഡി ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോ ഇനി നമുക്ക് പൊതുവായിട്ടുള്ള ചില എൻവയോൺമെന്റൽ ഇഷ്യൂസ് കൂടി ഡിസ്കസ് ചെയ്തിട്ട് ഈ ഒരു പാഠഭാഗം അവസാനിപ്പിക്കാം. നമുക്കറിയാം ഓസോൺ പാളിയിൽ ശോഷണം സംഭവിക്കുന്നുണ്ട് അല്ലെ. ക്ലോറോ ഫ്ലൂറോ കാർബൺ എന്ന ഒരു CFC നമ്മുടെ അൾട്രാ വയലറ്റ് രശ്മികളിൽ നിന്നും
ഭൂമിയെ സംരക്ഷിക്കുന്ന ഒരു കുട പോലെ സംരക്ഷിക്കുന്ന ഓസോൺ ലെയറിന് വലിയ വിള്ളലുകൾ വന്നിട്ടുണ്ട്. അന്റാർട്ടിക്കയുടെ മുകളിൽ ഒരു വലിയ വിള്ളൽ രൂപപ്പെട്ടതായിട്ട് നമ്മുടെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ഇതിന് കാരണം മനുഷ്യനിർമ്മിതമായിട്ടുള്ള ചില സിന്തറ്റിക് എന്താണ് പദാർത്ഥങ്ങൾ, ഓർഗാനിക് ആയിട്ടുള്ള പദാർത്ഥങ്ങളാണെന്നും അത് ഓസോൺ പാളിയെ കടുത്ത നാശത്തിലേക്ക് കൊണ്ടുവരുമെന്നും ഭൂമിയില് ഈവൻ സമുദ്രത്തിൽ പോലും ജീവന്റെ നിലനിൽപ്പിനെ തന്നെ അത് ദോഷകരമായി ബാധിക്കുന്നുണ്ട്, ഇനിയും ബാധിച്ചേക്കാം, അത് വലിയ ഭവിഷ്യത്തുകൾ സൃഷ്ടിച്ചേക്കാം എന്നും ഒക്കെയാണ് ശാസ്ത്രലോകം പറയുന്നത്. അതിനെതിരെ മനുഷ്യൻ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ച് മനുഷ്യന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് സത്വരമായ പ്രവർത്തനങ്ങൾ ഇനിയും നടത്തിയില്ലെങ്കിൽ ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പ് ആപത്തിലാണ് എന്നുള്ള തിരിച്ചറിവ്. അതിൽ നിന്ന് നമ്മുടെ ഓസോൺ ഒക്ടോബർ 16 ഓസോൺ ദിനമായിട്ടൊക്കെ നമ്മൾ ആചരിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെ കൃത്യമായിട്ട് മനുഷ്യൻ അവന്റെ ഏതാണ്ട് 20-ാം നൂറ്റാണ്ടിൽ മനുഷ്യൻ ലാഭേച്ഛയ്ക്ക് വേണ്ടിയിട്ട് പുതിയ പുതിയ കുറെ കണ്ടുപിടുത്തങ്ങൾ നടത്തി. അപ്പൊ അതിന്റെ ഭവിഷ്യത്തുകൾ എന്താണെന്ന് കൃത്യമായ ധാരണ ഇല്ലാതെ മനുഷ്യൻ ഉപയോഗിച്ചു. ഇപ്പൊ DDT ഒക്കെ അങ്ങനെ വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. DDT ഒക്കെ ഉപയോഗിച്ചതിനെ തുടർന്ന് വലിയ ഒരു പ്രദേശം മുഴുവൻ വരണ്ട് ഉണങ്ങി ജീവന് നിലനിൽക്കാൻ സാധ്യമല്ലാത്ത രീതിയിലേക്ക് മാറുന്നു. അപ്പൊ ഇതിനെതിരെ റേച്ചൽ കേഴ്സന്റെ ദ സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ശക്തമായ മനുഷ്യന്റെ ഒരു വിവേചനരഹിതമായ പ്രവർത്തനങ്ങളെ തുടർന്ന് പ്രകൃതിക്കുണ്ടായ നാശങ്ങളെ കുറിച്ച് അവൻ തന്നെ തിരിച്ചറിയുകയും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ തന്നെ തീരുമാനമെടുത്ത് അതിനുവേണ്ട പ്രവർത്തനങ്ങൾ നടത്തിയാലേ രക്ഷപ്പെടൂ എന്ന തിരിച്ചറിവും അതിനു വേണ്ടിയിട്ടുള്ള പരിസ്ഥിതി സംഘടനകളും അതിന്റെ പ്രവർത്തനങ്ങളും ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് എൻവയോൺമെന്റൽ ഹിസ്റ്ററി എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് അബൌട്ട് ദിസ് യൂണിറ്റ്. അപ്പോൾ ഇതിന്റെ നോട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. താങ്ക് യു.